അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ കോളിൽ ഇപ്പം കാണുന്ന അമ്മയില്ലേ, രേണുസുതി, രേണുസുതി ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്, സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം നമ്മൾ കോട്ടയത്ത് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എന്തോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് വന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാവുന്നു. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം, എന്തൊക്കെയോ എന്തോ പറയണമെന്ന് എനിക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല ഇവർക്ക്, ഈ കണ്ടന്റോളികൾക്ക്. ഇഫ് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റാണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോൾ ആഘോഷിക്കാൻ, ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവള് മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാം, കാരണം ഇത് കേൾക്കാതിൻ്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഈ ഒരു ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തെറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല. നമസ്കാരം ഗൈസ്. നോർമലി എനിക്ക് ആരെങ്കിലും ഒക്കെ അറിയാനുണ്ട സങ്കടം തോന്നും, പക്ഷെ ഫ്രം മൈ ഹാർട്ട് എനിക്ക് രേണുവിന്റെ ഈ ഒരു വീഡിയോയും കരച്ചിലും കണ്ടിട്ട് ഒരു ആത്മാർത്ഥതയും ഫീൽ ചെയ്തില്ല. വൈ? ബിക്കോസ് ഞാൻ കിച്ചുവിന്റെ വീഡിയോ കണ്ടു, മനസ്സിലായോ? കഷ്ടം തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ലൈക്ക് ഇത് പ്യോർലി വേറൊരാളുടെ കാര്യമാണ്, എന്നാലും കിച്ചു എന്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞില്ല എന്നുള്ള ചോദ്യം വരും എന്നൊക്കെ കിച്ചു പറഞ്ഞു. പക്ഷെ ഒരിക്കലും അത് വരില്ല. വൈ? ബിക്കോസ് ഈ വക കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് ഒരാൾക്കും പറയാൻ പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ കൊച്ചിന് എക്സ്ട്രീം ചൈൽഡ് ട്രോമയാണ്, എക്സ്ട്രീം ചൈൽഡ് ട്രോമ. അതിന്റെ ഒരു ഡെപ്തും കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാവുന്നേക്കാൾ അപ്പുറമാണ്, മനസ്സിലായോ? ആ കൊച്ച് പറയാ അടി അടി അടി, എപ്പാ നോക്കിയാലും അടി, മനസ്സിലായോ? ആ കൊച്ചിന്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ട് ലൈക്ക് ശരിക്കുള്ള അമ്മയുടെ കാര്യം, അത് കഴിഞ്ഞിട്ട് വന്ന ആളുടെ കാര്യം, അത് കഴിഞ്ഞിട്ട് വന്ന ആളുടെ കാര്യം, പിന്നെ ആ കൊച്ചിന് ആകപ്പാടെ ഈ ലോകത്ത് ആരോടെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അത് സുധിച്ചേട്ടനോട് മാത്രമായിരുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. പിന്നെ ലൈക്ക് എന്താ പറയാ, ഞാൻ പറഞ്ഞ സുധി ചേട്ടൻ ലൈക്ക് യുനോ രേണു ഇപ്പൊ വന്നിരുന്നു, ഞാൻ ചിലപ്പോ എനിക്ക് സി ഒരുപാട് കോണ്ടന്റ് വാരിക്കോരി കൊടുക്കുക, ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ മീഡിയക്കാരോട് സംസാരിക്കുക, ആളുകൾ വിളിച്ചോണ്ട് വാടാ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് ഇപ്പോ എന്താണ് കമന്റ്സ് കണ്ടിട്ട് സഹിക്കാൻ വയ്യ. കമന്റ്സ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കമന്റ്സ് കാണണ്ട, കമന്റ്സ് നോക്കാൻ നിൽക്കണ്ട. ഇപ്പൊ ഫേസ്ബുക്കിൽ എനിക്ക് യൂസ് ചെയ്യണ്ടേ, ഫേസ്ബുക്കിൽ എനിക്ക് വീഡിയോ ഇടണ്ടേ, തനിക്കിടാനുള്ള വീഡിയോ ഇട്ടിട്ട് താൻ അങ്ങോട്ട് പോയേക്കുക. താൻ എന്തിനാ ഇതൊക്കെ വായിക്കാൻ നിൽക്കുന്ന? ഇതിനു മുമ്പ് താൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ കാണാറില്ല, കമന്റ്സ് ഞാൻ നോക്കാറില്ല, ഫ്രണ്ട്സ് ആണ് എനിക്ക് അയച്ചു തരാറുള്ളത്, എനിക്കിതൊന്നും നോക്കാൻ നേരില്ല. അപ്പൊ എന്തോരം നോണ പറയുന്നുണ്ട് രേണുസുതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, രേണുസുതിയുടെ ഇത്രയും ജേർണിയിലും അല്ലെങ്കിൽ ഇന്റർവ്യൂസിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ
വീഡിയോസ് ലൈക്ക് ഇതൊന്നും നോക്കാൻ എനിക്ക് നേരമില്ല എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ പറയുന്നത് ഞാൻ ചിലപ്പോൾ സൂസൈഡ് ചെയ്തു പോകുന്നത്. എനിക്ക് സംസാരത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഡീപ്പായിട്ട് മെന്റലി തീർന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കിച്ചു ആണ്. ആ കൊച്ചിന്റെ ലൈഫിൽ ആ കൊച്ചു ഫേസ് ചെയ്ത കാര്യങ്ങൾ, കാരണം ആ കൊച്ചിനെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് യുനോ അതിനെ അറിയില്ല എങ്ങനെ പറയണം എന്നുള്ളത്. പറഞ്ഞിടത്തോളം കേട്ടിട്ട് തന്നെ കഷ്ടം തോന്നി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫുഡ് പ്രോപ്പർ ആയിട്ട് കൊടുക്കാതിരിക്കുക, സ്വന്തം അച്ഛൻ മരിച്ചിരിക്കുമ്പോൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക. എന്നിട്ട് രേണു എന്ത് കോപ്രായാണ്, ഓരോ മീഡിയാസ് വരുമ്പോൾ വിളിക്കുന്നു, ഒരു മിനിറ്റ് കിച്ചു ഫോൺ. കോപ്രായത്തിന്റെ എക്സ്ട്രീം, മനസ്സിലായോ? ഇപ്പൊ രേണു സുധി, ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പൊ കിച്ചുനെ സപ്പോർട്ട് ചെയ്യുന്ന, കിച്ചുനെ സ്നേഹിക്കുന്ന ആൾക്കാരുകൾ, അല്ലെങ്കിൽ എല്ലാവരും ഈ കിച്ചുനെ തന്നെയാണ് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ലൈഫ് ഓരോരുത്തർ ജീവിച്ചു പോകുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഓരോരുത്തരുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ നമുക്ക് വിടാം. പക്ഷെ ദർ ഇസ് എ ലിമിറ്റ്, മനസ്സിലായോ? കിച്ചുന്റെ വീഡിയോ കേട്ട് കഴിയുമ്പം ലൈക്ക് അച്ഛനോടാണ് ആൾക്ക്, കാരണം ആള് പറയുന്നുണ്ട് എനിക്ക് എപ്പോഴും വിളിക്കാൻ ഒരു ആളുള്ളത് അച്ഛൻ തന്നെയാണ്. കിച്ചുവിനെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ളൊരു തോട്ട് കിച്ചുവിന്റെ മനസ്സിൽ നന്നായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ കുട്ടികൾ വേറെ രീതിയിലേക്ക് പോകുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പാരന്റ്സ് ആണ് കുട്ടികളുടെ റൂട്ട്, മനസ്സിലായോ? നമ്മൾ കുട്ടികൾക്ക് ചൈൽഡ് ട്രോമ കൊടുക്കുക, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട രീതിയിലേക്ക് പോവുക, അല്ലെങ്കിൽ അവര് വേറെ രീതിയിലേക്ക് പോകുന്നതിന് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാനൊരു റോങ് ആയിട്ട് പറയൽ എത്ര പേർക്ക് അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റായിട്ട് ഒരു കിച്ചുവിനോട് സംസാരിക്കുകയാണെങ്കിൽ ഇനിയും കിച്ചുവിന് ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. എനിക്കറിയത്തില്ല കൊച്ചിപ്പോ വന്ന് ഇത് മനസ്സ് തുറക്കാനുള്ള കാരണം എന്താണോ എന്തോ അറിയത്തില്ല. പക്ഷെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. എനിക്ക് രേണുവിനോട് ഇത്തിരിയെങ്കിലും എനിക്കൊരു സഹതാപമാണ്. എന്റെ സഹതാപമൊന്നും വേണ്ട രേണുവിന്, ആരുടെയും സഹതാപം വേണ്ട ജീവിക്കാൻ. പക്ഷെ ഇന്നിപ്പോ ഇങ്ങനെ ഒരു കരച്ചിൽ നാടകം വീഡിയോ, യെസ് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ പ്യോർ ഡ്രാമ, മനസ്സിലായ കോണ്ടന്റ് ആക്കുന്നത്. കിച്ചു വന്നിട്ട് നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ, നമ്മൾ കേട്ട കാര്യങ്ങളാണ്. അതിന്റെ നേരെ ഉൾട്ട വന്നിട്ട് കമന്റ് ബോക്സ് തുറക്കാൻ പറ്റുന്നില്ല, കമന്റ് നോക്കാൻ നിൽക്കണ്ട, ഫേസ്ബുക്കിലും പറ്റുന്നില്ല. ഇതിപ്പോ ഇന്നിപ്പോ ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടായ പൊട്ടിത്തെറിയും കമന്റും തെറിവിളിയും ഒന്നല്ലല്ലോ. രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ തലവട്ടം സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോ തൊട്ട് ഉണ്ടായ ഒരു തെറിയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ഈ പൊറോട്ട നാടകം ഇവിടെ എട്ടായിട്ട് പൊളിഞ്ഞു. കിച്ചുള്ള കാര്യങ്ങൾ വന്ന് സംസാരിച്ചു. സുധി പോയതോടുകൂടി ആ കൊച്ചു മൊത്തത്തിൽ ഇല്ലാതെ. കാരണം ആ കൊച്ചിന് ഈ ലോകത്ത് ആരോടെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അത് സുധിയോട് മാത്രമേ ഉള്ളൂ എന്നുള്ള വീഡിയോ അത് കറക്റ്റായിട്ട് മനസ്സിലായി. രേണു സുധി എന്താണെന്നുള്ള ഒരു സംഭവം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. കാരണം ഉണ്ടല്ലോ, ഇത് ഭാഗ്യമാണ്. അതായത് ഇപ്പോ ഭാര്യ ഭർത്താവ് അവർക്കൊരു കുട്ടി ഉണ്ടാവുന്നു, അതിനുശേഷം ഡിവോഴ്സ് ആവുക അല്ലെങ്കിൽ മരിച്ചു പോവുകയോ ചെയ്യുന്നു. രണ്ടാമത് വരുന്ന ഒരു അമ്മ എന്ന് പറയുന്നത് അമ്മയ്ക്ക് തുല്യം അമ്മ തന്നെ ഉള്ളൂ. അവിടെ വേറൊരു സ്റ്റെപ്പ് മോം വരികയാണെങ്കിൽ പോലും എത്രത്തോളം ഈ കുട്ടിയെ നോക്കാനുള്ളൊരു മനസ്സ് ആ സ്റ്റെപ്പ് മോമിന് ഉണ്ടെന്നുള്ളത് കയ്യാലപ്പുറത്തെ തേങ്ങ. ചിലവരുണ്ട്, അപൂർവം, 100-1 വേണമെങ്കിൽ പറയാം, സ്വന്തം കുട്ടി അല്ലാഞ്ഞിട്ടും സ്വന്തം കുട്ടിയായിട്ട് നോക്കാൻ മനസ്സുള്ള സ്ത്രീ ഉണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല, മനസ്സിലായോ? ഇപ്പോ സുധി ഇതിനു മുമ്പും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ആകൊരു എന്താ പറയാ, ഒരു വല്ലാതെ തകർന്നൊരു കുടുംബം, തകർന്നൊരു ലൈഫ്, തകർന്നൊരു ഫാമിലി. അൺഫോർച്ചുനേറ്റ്ലി കിച്ചു വാസ് ഫാമിലി സ്റ്റക്ക്. ഇനിയും പറയാനുള്ള, ഇപ്പൊ ഇതിപ്പോ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. കിച്ചുവിന് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ട്. ലൈക്ക് കിച്ചുവിന് ഇപ്പൊ എന്താണ് മുന്നോട്ട് ഉള്ള ഒരു ഹെൽപ്പ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ആൾക്കാർ ഇറങ്ങി തിരിക്കുന്നുണ്ട്. ഈ തിരിക്കുന്നില്ല കാര്യം 100% ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വന്തം അമ്മയല്ല, എന്നാൽ അമ്മ കാരണം ഫ്രണ്ട്സിന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. പക്ഷെ രേണു ഇവിടെ തരുന്ന ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിൻ്റെതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. കിച്ചുവിന് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാം. നിങ്ങളല്ലേ പറയുന്നത് കിച്ചു ഞാനും തമ്മിൽ പ്രശ്നമുണ്ടെന്ന്. പ്രശ്നമില്ല. പക്ഷെ ഒരു ആത്മാർത്ഥതയും എനിക്ക് കിച്ചുവിന്റെ വീഡിയോയിൽ നിന്നും രേണുവിന് കിച്ചുവിനോട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഋതപ്പന്റെ കേസ് കഴിഞ്ഞ തവണ ഇവള് പോവാൻ നേരത്തെ ആ കൊച്ചിനോട്, ഏതൊരു അമ്മ പോകുമ്പോഴും കൊച്ചിന് ഒരു വിഷമവും സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഫോണിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആക്ച്വലി ഇവിടെ രേണു സുധി അല്ല കിച്ചു ആണ് മെന്റലി സ്റ്റക്ക് ആയിരിക്കുന്നത്. രേണു സുധി അല്ല കിച്ചു ആണ് എന്തെങ്കിലും ചെയ്യാൻ പോവാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ കൊച്ചു ഓപ്പൺ ആയിട്ട് സംസാരിച്ചു. പക്ഷെ ഇപ്പൊ ഈ വന്നിരിക്കുന്ന ഒരു സംഭവം മേ ബി ഒരു ഡ്രാമ, അല്ലെങ്കിൽ എഗെയിൻ ആളുകളുടെ കണ്ണിൽ പൊടിയുന്ന ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. കാരണം ഫേസ്ബുക്കിൽ കമന്റ് ഇടാൻ വയ്യ, കോണ്ടന്റ് ആവുന്നു. രേണുസുധി കോണ്ടന്റ് ആയത് ഒരു പരിധി വരെ രേണുസുധിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. ഐ പേഴ്സണലി സപ്പോർട്ട് കിച്ചു. കാരണം ആ കൊച്ചിനുണ്ടായ ഒരു ചൈൽഡ് ട്രോമ ആ കൊച്ചു പറയാൻ കിടന്ന് കഷ്ടപ്പെട്ടു. സുധി മരിച്ചു പോയെന്നുള്ള കാര്യം കേട്ടപ്പോഴും ആ കൊച്ചിനുണ്ടായ ഒരു ബുദ്ധിമുട്ടും ഇപ്പോഴും ആ കൊച്ചിനുണ്ടാവുന്ന ഒരു സിറ്റുവേഷനും ആ കൊച്ച്
എല്ലാ രീതിയിലും വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടി പറയുന്നുണ്ട് എല്ലാം എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ ഇതൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ടും അല്ലെങ്കിൽ പറയാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് കിച്ചുവിന്റെ പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇന്നലെ വരെ ഞാൻ രേണുവിന് ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, എല്ലാവരും കൂടി കയറി പൊങ്കാലിടണ്ട, മാനസികമായിട്ടുള്ള അവസ്ഥ ആർക്ക് എപ്പോൾ വേണേൽ തെറ്റാം എന്നുള്ളത്. പക്ഷെ കിച്ചുവിന്റെ വീഡിയോ കേട്ടതിന് ശേഷം കണ്ടതിന് ശേഷം എന്തോ ഏതോ എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം കാണിക്കുന്നത്, അല്ലെങ്കിൽ യുനോ ആ കൊച്ചു എന്ത് ചെയ്തു, ആ കൊച്ചു ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഈ കല്യാണം കഴിച്ചത്. അപ്പൊ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കരുതായിരുന്നു. പക്ഷെ കിച്ചുവിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് കിച്ചു പറയുന്ന ഈ അടിയും പ്രശ്നങ്ങളും കിച്ചുവിന് ആർക്കും ഇഷ്ടമല്ല എന്നുള്ളൊരു സംഭവമൊക്കെയാണ്. അപ്പൊ ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു കിച്ചു, രേണു സമാധാനം പറയോ? രേണുവിന് എന്ത് പറയാൻ പറ്റും? രേണു എന്താണ് അവിടെ സംസാരിക്കുക? എല്ലാവരുടെ മുന്നിൽ രേണുവും കിച്ചുവും തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആണെന്നുള്ള രീതിയിൽ നാടകം കളിച്ചു. പക്ഷെ കിച്ചു വന്ന് എല്ലാം സംസാരിച്ചു. ടു ബി ഹോണർ ഫ്രം മൈ ഹാർട്ട്, എനിക്ക് കിച്ചുവിന്റെ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഇൻഡീപ്പ് റിയാലിറ്റിയും ആ കൊച്ചു ഭയങ്കര സ്റ്റക്കാണെന്നും രേണുവിന്റെ ഈ നാടകം കണ്ടിട്ട് നല്ല അടിപൊളി കരച്ചിൽ നാടകമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു രീതിയിലും രേണുവിനെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ, തുറക്കണ്ടെങ്കിൽ തുറക്കണ്ട, അവനവന്റെ വീട്ടിലെ വാതിലടച്ച അവിടെ ഫുൾ ടൈം ഭർത്താവ് മരിച്ച് ഭാര്യ അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാത്തിനും ഒരു എത്തിക്സ് ഉണ്ട്, എല്ലാത്തിനും കുറച്ച് സംഭവങ്ങളുണ്ട്. കിച്ചു ഇപ്പൊ വന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും. ചൈൽഡ് ട്രോമ എന്ന് പറയുന്ന സംഭവം ഒരാളിൽ എഫക്ട് ചെയ്യുന്നത് ഭയങ്കര ബാഡായിട്ടാണ്. പയ്യൻ എനിക്ക് സങ്കടം ഉണ്ടെന്ന് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം കേട്ടിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്റെ ആരുമല്ല, കിച്ചു എന്ന് പറയുന്ന വ്യക്തി എന്റെ ആരുമല്ല. പക്ഷെ അവന്റെ ലൈഫിൽ ഉണ്ടായ സിറ്റുവേഷൻ വന്ന് സംസാരിക്കുമ്പോൾ ചൈൽഡ് ട്രോമ എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ശ്രുതി പോയിട്ടുണ്ടായ ഒരു വിഷമം, ശ്രുതി പോയതിനു ശേഷം അവനെ ട്രീറ്റ് ചെയ്ത രീതി, എല്ലാ രീതിയിലും അവനെ ഒറ്റപ്പെടുത്തി അങ്ങ് ഇവരൊക്കെ കൂടി ലൈഫ് തൊലച്ചു ആ പയ്യന്റെ. പാവം. പക്ഷെ ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ട്. കിച്ചു നെവർ എവർ ഗീവ് അപ്പ്. യെസ്, വീഡിയോയിൽ നീ പറഞ്ഞ പോലെ തന്നെ യു ക്യാൻ ഗോ ഹെഡ്. തെറ്റുകുറ്റങ്ങൾ മനസ്സിലായി നിനക്ക്, നീ അതിൽ നിന്ന് തിരിച്ചു കയറി തന്നെ വരിക. സ്റ്റേ സ്ട്രോങ്. കാരണം നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഉണ്ട്. വി ഓൾ ലവ് യു കിച്ചു. പിന്നെ രേണുസുതിയുടെ കാര്യം എന്തോ